ഹലോ! ധൃതി പിടിച്ച് ഒരുങ്ങണേൻ്റെ ഇടക്കാണ് കേട്ടോ ഞാൻ ഓർത്തത് അയ്യോ വീഡിയോ എടുത്തിട്ടില്ല എന്നേ. അപ്പോൾ തന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് ഓണാക്കി വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴും പുറകെ ഇരിക്കുന്ന 2 ആൾക്കാരെ കണ്ട് എന്നെ അവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേറെ ഒരു പണിയില്ല. എന്നെ കളിയാക്കലാണ് അവരുടെ മെയിൻ പരിപാടി. ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നാണോ എനിക്കൊന്നൊരു വെഡ്ഡിങ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലത്തെ ചേച്ചിയാണ്, എൻ്റെ ഫേവറേറ്റ് ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വെഡ്ഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം ഒരുങ്ങണത്. രാവിലെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പുറകെ ഇരുന്നപ്പോഴേക്കും ഞാൻ ടൈമിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. പിന്നെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ടൈം നോക്കുമ്പോഴേക്കും 10 മണി കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. 9 മണി എന്തോ കഴിഞ്ഞിട്ടായിരുന്നു മുഹൂർത്തമേ. അപ്പോൾ എന്തായാലും കല്യാണം ഒന്നും കാണാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായി. പിന്നെ ഞാൻ വേഗം ഒരുങ്ങുവാണ്. ഫേസിൽ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്ന മോയ്സ്ചറൈസറാണ്, പിന്നെ സൺസ്ക്രീം ഇപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ, നല്ല വെയിലല്ലേ. അവിടെ സൺസ്ക്രീം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊട്ട് വെച്ചു, പിന്നെ ഐബ്രോയിൻ്റെ ടൈലൊന്ന് വരച്ചു കൊടുത്തു, പിന്നെ കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. എന്തോ മറന്നെന്ന് ഓർത്തപ്പോഴേക്കുമാണ് സീറം ഇട്ടില്ല എന്ന് ഓർത്തത്. നനഞ്ഞ മുടി ചെറുതായിട്ട് നനഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ നന്നായിട്ടൊന്ന് സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുടി അഴിച്ചൊന്നും ഞാനൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം ഭയങ്കര ചൂടല്ലേ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ഞാൻ പെട്ടെന്നൊന്ന് വേർത്തായിരുന്നുകൊണ്ട് ഞാൻ മുടിയെല്ലാം ഒതുക്കി കെട്ടി വെച്ചു വിട്ടാ. ഇല്ലെങ്കിൽ പുറത്തിറങ്ങി കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ഞാൻ മുടിയെല്ലാം വാരിപ്പൊളിച്ചൊക്കെ വെക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി സുന്ദരിയായില്ലേ ഞാനിപ്പോൾ. അപ്പോൾ ഞാൻ എൻചാൻഡറിൻ്റെ 10ൻ്റെ ഒരു ബോഡി ലോഷൻ കിട്ടൂലേ, അതാണ് ഞാനിപ്പോൾ ഇടാറ് കേട്ടോ. അതെനിക്ക് അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയും അത് തന്നെയാണ് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ എൻ്റെ ഷോളൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ്. എനിക്ക് ചേച്ചിയും ചേട്ടനും എടുത്ത് തന്ന ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഹീൽസാണ് കേട്ടോ ഇടാറ്. അപ്പോൾ ഞാൻ റെഡിയായി പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ എനിക്കൊരു പിക്ക് എടുത്ത് തന്നു. അപ്പോൾ ഞാനും കിച്ചും കൂടി തുറവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഗിഫ്റ്റിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ കസിനാണ് എനിക്ക് ഈ ഫ്രെയിം ചെയ്ത് തന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇന്നലെ രാത്രി 12 മണിയായപ്പോഴാണ് അവളോട് ഞാൻ ഈ കാര്യം പറയണത്. പക്ഷേ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് സ്പീഡപ്പായിട്ട് വർക്ക് ചെയ്ത് തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നത്, എൻ്റെ അച്ചൂട്ടീനെ. അവളെ കണ്ടൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നപ്പോഴേക്കും കെട്ടും എല്ലാം കഴിഞ്ഞു കേട്ടോ. ചെക്കനും പെണ്ണിനും അവിടെയൊന്നും കണ്ടില്ല. ലാസ്റ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു ഇതാണ് കേട്ടോ എൻ്റെ ചേച്ചിയും ചേട്ടനും. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ പഴയ ഫ്രണ്ട്സിനെ എല്ലാവരെയും കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോ ഫ്രെയിമിൻ്റെ പേജ് ഇതാണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ കയറി ഈ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.